ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. വിഷ്ണുവിനയുടെ സംവിധാനത്തിൽ അഭിലാഷ് പിള്ള തിരക്കഥ എഴുതിയ അർജുൻ അശോകൻ പ്രധാന കഥാപാത്രമായിട്ട് വന്ന ആനന്ദ് ശ്രീബാല എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് കിടിലം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ്, പല ടൈപ്പിലുള്ള ത്രില്ലേഴ്സ് മലയാളത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന സൂക്ഷ്മദർശിനി ആയാലും അതുപോലെ കിഷ്കിന്ദ കാണ്ഡമായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മോഡിൽ വന്നിട്ടുള്ള സിനിമയാണ്. അതിൽ നിന്ന് മാറി ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ഫിലിമായിട്ടാണ് ആനന്ദ് ശ്രീബാല വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷേ അത്യാവശ്യം ഒരു ആവറേജ് അനുഭവം, നമുക്ക് കണ്ട് അത്യാവശ്യം നല്ലൊരു ആവറേജ് അനുഭവം, മോശമല്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ആനന്ദ് ശ്രീബാല ഫീൽ ചെയ്തത്. ഇതിൻ്റെ പ്ലോട്ട് വളരെ സിമ്പിളാണ്. കാരണം കുറച്ച് കാലത്തിന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. കേരളത്തിൽ ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. ആ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിം. പക്ഷേ അതിൻ്റെ എന്താ പറയുക, റിയൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊന്നുമല്ല. അതുമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കൊടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂഡിൽ വരുന്ന ഒരു ഫിലിമാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. ഇതിൽ അർജുൻ അശോകനെ കൂടാതെ സംഗീത, നമ്മുടെ പഴയ കുറേ സിനിമകൾ, ചിന്താവിഷ്ടയ, ശ്യാമള, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സംഗീത, അതുപോലെ അപർണ ദാസ്, സൈജു കുറുപ്പ്, സിദ്ദീഖ്, കോട്ടയം നസീർ, ശിവദ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫോം ആണെങ്കിലും ഒരു പ്രോപ്പർ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാതെ പോകുന്ന ഒരു ഫിലിമാണ്. കാരണം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറോ കാര്യമൊന്നുമല്ല, പക്ഷേ പോലീസ് ആവാൻ ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ പോലീസിലായിരുന്നു. അപ്പം സ്വന്തം അമ്മയുടെ സ്വന്തം പേരിനോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിയോഗം, അതായത് ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ തൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അമ്മ കൊല്ലപ്പെടുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പുള്ളിക്ക് കുറേ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അർജുൻ അശോകൻ വരുന്നത്. വളരെ കൺവിൻസിങ് ആയിട്ട് പുള്ളി ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഈ ഒരു തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് വരുന്നതും പിന്നെ അതിനുശേഷം ഇദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതുമാണ്. ഇതിനൊരു ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് കേപ്പബിലിറ്റിയും അതുപോലെ ഒബ്സർവേഷൻ പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ട്രാക്കിൽ പോകുന്ന ഒരു ഫിലിമാണിത്. ഒരുപാടങ്ങ് ത്രില്ലർ എന്ന് പറയത്തക്ക രീതിയിലൊന്നുമല്ല, ഒരു ആവറേജ്, അത്യാവശ്യം വളരെ ഒരു ആവറേജ് അനുഭവം തരുന്ന ഒരു ഫിലിമാണ്. മോശം ഫിലിമൊന്നുമല്ല, നമുക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. ഡീസൻറ്റ് വാച്ചായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണിത്. ഇതിൽ അപർണ ദാസ് ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്, നായികയായിട്ട് പുള്ളിക്കാരിയാണ് വരുന്നത്. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് ഇത്. ഒരു സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറായാലും ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു രീതിയിലുള്ള ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് വരുന്നത്. അവസാനം വരുന്ന ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ അത് വളരെ കൺവിൻസിങ് ആയിട്ട് ആ ഒരു ഫിലിമിൽ പറയുന്നുണ്ട്. അത്യാവശ്യം വളരെ കൺവിൻസിങ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്നത്. ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒട്ടും മോശം ഫിലിം എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ അത്ര കിടിലം എന്നും പറയാൻ കഴിയില്ല. കുറച്ച് ലൂപ്പ് ഹോൾസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കഥയിലും തിരക്കഥയിലും ഒക്കെയുണ്ട്. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. OTTയിൽ ഫിലിം സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലാണ് ഫിലിം സ്ട്രീം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫിലിം കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഈ വീഡിയോയുടെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.